ഉത്തരവാദിത്തമല്ലെന്ന്. ഞാൻ എത്ര നേരം ഈ വീട്ടിൽ കിടന്ന് ഓണം നോക്കിയിരുന്ന അറിയാമോ? ഞാൻ ഈ കല്യാണ വീട്ടിൽ ഞാൻ ഓടണ പോലെ ഒരു മനുഷ്യനെ ഓടിയാൽ എന്റെ അമ്മാവൻ എന്റെ അമ്മയുടെ ചേട്ടൻ ഈ വീട്ടിലുണ്ട്. ആരും എന്തെങ്കിലും കാര്യത്തിൽ ഓടണ്ടോ? എടാ കല്യാണത്തിന് ആൾക്കാർ നീ എന്തെന്ന് എടാ മുരളി ഉരുളിയെടുക്കാൻ പോയില്ലേ? അപ്പൊ ഉരുളി എവിടെ? ഉരുളി വരുമോ? നീ എന്താ ഇങ്ങനെ തെറ്റിദ്ധരിഞ്ഞ അയലിലൊക്കെ നടക്കേണ്ട കാര്യം എന്തത്? അങ്ങനൊന്നുമില്ല. ഇവിടെ കടിഞ്ഞാൽ ശരിയായിട്ടുണ്ടോ? കാപ്പി ശരിയായിട്ടുണ്ടോ? അതെ, നിനക്കത്തെ അർജന്റായിട്ട് തന്നെ കാപ്പി ശരിയാണ് കാര്യമുണ്ട്. ചീട്ട് കളിക്കാർ വരും. അവർക്ക് കാപ്പി എടുക്കണ്ടേ? ചീട്ട് കളിക്കണ നിനക്ക് കാപ്പി. നീ എന്നാ ചെല് ഇവിടെ നീ എന്തെങ്കിലും ഞൊണ്ടി കിടക്കണ? കല്യാണത്തിന്റെ പണിയെല്ലാം ചെയ്ത് കാല് മുഴുവൻ നീരായിരുന്നേ. ചീട്ട് കളിക്കണ നീ കാലുമ്പോ നീര് വന്നാ ഒന്ന് പോയടാ. മര്യാദ മറ്റേ സാധനം കൂടെ എത്തിക്കട്ടെ. മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണ്? വാറ്റ് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവന്നേക്കണല്ലേ? ആണല്ലേ? പോലീസുകാരെ പിടിക്കേണ്ടത് മാറ്റി വെക്കി, അകത്തേക്ക് വെക്കി. അവിടെ നിർത്ത്, നീ അകത്തേക്ക് വെക്കി. ഈ അമ്മാവനെ നോക്കിക്കൊണ്ടിരുന്ന കാലേ സുശീല ഇവിടെ സുശീല അവളാണ് വിളിച്ചിട്ട് അവള് കേൾക്കണൂല. ഇപ്പൊ ഞാൻ അമ്മാവോ സുശീലനല്ല വിളിച്ചത്, സുശീലനാണ് വിളിച്ചത്. തേങ്ങ എടുക്കാൻ പോയേക്കണ് ഇപ്പൊ വരും. അപ്പൊ അവളോട് ചോദിച്ചാ ശശീല നീ എടാ നീ ശശിയുടെ കല്യാണം വിളിച്ച? ശശിയെല്ലാം എല്ലാവരും വിളിച്ചു. എനിക്കെല്ലാം കൂടി എന്റെ പണ്ടാറട. എടാ ശശിയുടെ അനിയത്തിലെ കല്യാണത്തിന് 250 നമ്മൾ കൊടുത്താണ്. ലീല വന്ന കേസിലായി 250 തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ അവരെ കല്യാണം വിളിക്കുന്നത്. ഇതാണ് പറഞ്ഞ. ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല ഈ കല്യാണം വീട്ടിൽ, ആർക്കും ഉത്തരവാദിത്തമില്ല. അമ്മാവോ അമ്മാവ നമ്മളെ ഇപ്പൊ നാളെ കല്യാണമാണല്ലോ, ഇന്ന് തലേ ദിവസമാണല്ലോ. ഞാൻ പെരുമ്പാവൂരിൽ നമ്മുടെ ഈ SLയുടെയും ദീപം നമ്മുടെ ഗാനമേള ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ഗാനമേള ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ആരോട് ചോദിച്ചിട്ടാ? അല്ല, നിന്നെ കല്യാണം വിളിച്ചാറ് തന്നിട്ടാണോ നീ ഗാനമേള ബുക്ക് ചെയ്ത്? അമ്മാവന്റെ പെങ്ങളുടെ ഈ മകനായി എന്നെ കല്യാണം വിളിച്ചാൽ ആൾക്കാരോട് എന്റെ ദൈവം കാശൊക്കെ ആരുണ്ടാക്കുന്നു? അതൊക്കെ ഉണ്ടാക്കാം. ഞാൻ പറയട്ടെ, ഹാൻസും പാൻപരാഗും മേടിച്ചിട്ടുണ്ടോ? ഹാൻസും പാൻപരാഗും മേടിച്ചിട്ടുണ്ടോ? അതൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്. എന്നാ മെമിക്രിക്കാർ അത് കൊടുത്തില്ല. ഇന്ന് മെമിക്രിക്കാർ സ്റ്റേജ് കയറുന്നത് കാണുന്നു എനിക്കൊന്ന്. പിന്നെ ബ്രേക്ക് ഡാൻസിന്റെ പിള്ളേരുണ്ട്. ഇതൊക്കെ ആരുടെ നിന്നോട് പറഞ്ഞു ഇതൊക്കെ ഇവിടെ കൊണ്ടുവരാൻ? അമ്മാവ ഈ ബ്രേക്ക് ഡാൻസ് പിള്ളേർക്ക് കുറച്ച് റബ്ബർ മാല് കൊടുത്താൽ സ്റ്റേജ് കിടന്ന് നിൽക്കാണ്ട് കിടന്ന് തുള്ളോളൂ. ചാടിക്കോളൂ. ചാടിക്കോളും. കാശൊക്കെ കൊടുക്കണോ? കാശൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ചെലവ് ചുരുക്കാൻ നോക്കുവാണ്, അതാണ് മെയിൻ. ഞാൻ ചോദിക്കട്ടെ, ആര്യമോള് വന്നിട്ടുണ്ടോ? ആര്യമോളൊക്കെ വന്നിട്ടുണ്ട്. മോളെ ആര്യമോളെ ഒന്നുകൂടെ ഒരു കാര്യം ചോദിക്കട്ടെ. മോള് ഇന്നത്തെ കല്യാണത്തിൽ പാട്ട് പാടല്ലേ? മോള് പൊക്കോ. ചെല്ലു. അപ്പൊ മൊത്തത്തില് കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് നോക്കിക്കോളാം. ചെറുക്കനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചോ. ഉത്തമനെന്തി? ഉത്തമനെ വിളിക്കാം. ഉത്തമ എടാ, നിന്റെ കല്യാണം മറ്റന്നാളാന്ന് നിനക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. മറ്റന്നാളാ? നാളെ നാളെ സാധനം എടുക്കാൻ പോണ ദിവസമല്ലേ? അപ്പൊ ഉത്തമ, നീ പറയാനുള്ളടത്തൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? എന്റെ അച്ഛൻ എല്ലായിടത്തും ഞാൻ പോയി പറഞ്ഞു. അങ്ങനെ അമ്മച്ചോട് പറഞ്ഞോ? ഗീതമ്മയോട് പറഞ്ഞു, സുപ്രം ചേട്ടൻ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഗീതമ്മയുടെ കാര്യം നമ്മുടെ സാധനം എടുക്കാനുള്ള ലിസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. കല്യാണത്തിന് എടുക്കേണ്ട സാധനം എടുത്തിട്ടുണ്ടല്ലേ? അരി 3 ചാക്ക് എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതെന്നതാ കൊണ്ടേക്കണം അവിടുന്ന്. ഇവിടെ മനുഷ്യന്റെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ പുള്ളു. അച്ഛാ ഇപ്പൊ ഞാൻ പെട്ടെന്ന്. അപ്പൊ അരി 3 ചാക്ക് 3 ഫുള്ള്. അപ്പൊ 3 ചാക്ക് ഫുള്ളായിട്ട് അരി മേടിക്കാനുള്ള. എന്റെ അച്ഛ അരി 3 ചാക്ക് 3 ഫുള്ള് എന്ന് പറഞ്ഞ 3 ഫുള്ള് കൊടുക്കണ്ടേ അവർക്ക്? നടക്കിയാലോ ഈ കുടുംബത്തിൽ നടക്കിയാലേ നല്ലൊരു കല്യാണം, ആദ്യമായിട്ടൊരു കല്യാണം ഉണ്ടാകണം. ഇവിടെ വെച്ച് സ്മോൾ അടിക്കാൻ ഞാൻ സമ്മതിക്കാല. ഈ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നമല്ല അത്. എന്റെ അച്ഛ എന്റെ കല്യാണമല്ലേ, എനിക്ക് അവർക്ക് 3 ചാക്ക് അരി കൊണ്ടത് പലർക്ക് അവർക്ക് കൊടുക്കണ്ടേ? 3 ഫുള്ള് ചെലവ് ചുരുക്കാനുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 3 ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ അവര് അരി. എന്റെ അച്ഛ 3 ചാക്കരി 600 വെച്ച് 3000 പറഞ്ഞിട്ട് 1800 കൊടുക്കണ. 3 ചാക്കരിക്ക് 1800 കൊടുക്കണം. ഇത് 3018. 3 ഫുള്ള് കൊടുത്താൽ മതി. 3 ഫുള്ള് കൊടുത്താൽ ചെലവിരിക്കാനാണ്. ഓടോ എന്റെ കൺട്രോൾ പറയാൻ. അത് പോട്ടെ. പച്ചക്കറി 2 ഫുള്ള്. എന്തിനാണ് പച്ചക്കറിക്കൊക്കെ 2 ഫുള്ള് മേടിച്ചു വെച്ചു? പച്ചക്കറി 800 രൂപയുടെ പച്ചക്കറി പണ്ടാരടങ്ങനായിട്ട് ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ടാ. 800 രൂപയുടെ പച്ചക്കറിക്ക് 2 ഫുള്ള് 100 സൽസ 140, 150, 250 രൂപ അങ്ങനെ കൊടുത്താൽ മതി. പച്ചക്കറി ഓക്കെ. 2 ഫുള്ളേ തീരുമല്ലോ അല്ലേ? 2 ഫുള്ളേ തീരും. ചെലവ് പന്തല് 3 ഫുള്ള്. ഇത് എന്തിനാ പരിപാടി? അത് എന്താ നിന്റെ ഉദ്ദേശം? എന്നാണ് എന്റെ അച്ഛ പന്തല് 3 ഫുള്ള്. എന്റെ അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ സതീഷ്, അതുകൊണ്ട് അവിടെ വെച്ചു 3 ഫുള്ള് പന്തല്. കാരണം 2300 രൂപയുടെ സാധനം 3618.
എത്രയാണ്? 380 രൂപ. അപ്പൊ ഈ 12 പണിക്കാർക്ക് സൽസ 3 പൈൻ്റ് അങ്ങോട്ട് മേടിച്ചു കൊടുത്ത് അതും അവിടെ ഒതുങ്ങും. ചെലവ് ചുരുക്കല്ല, കിഡ്നി വേണം, കിഡ്നി. കൂലി കൊടുക്കണ്ട, ഫുള്ള് കൊടുത്താ മതി. മതി. അവിടെ ചെയ്യാം. അടുത്ത് നോക്ക്, അച്ഛൻ നോക്കേ. ദേ, പായസം പായസം 4 ഫുള്ള്. പായസത്തിന് 4 ഫുള്ള്. എന്നാ നിന്റെ ഗോതമ്പ് പായസം, പരിപ്പ് പായസം, അടപ്രഥമൻ 4 ഫുള്ള്. എടാ അത് ഉണ്ടാക്കണവർക്ക് എന്തിനാ നീ ഫുള്ള് മേടിച്ചു കൊടുക്കണേ? എന്റെ അച്ഛാ 10,800 രൂപ വരും. 4 പായസം വരത്ത് 1,800 രൂപ അങ്ങോട്ട് വരുവാ. 375 രൂപ കൊടുത്താൽ 2 അര ലിറ്റർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെലവ് ചുരുക്കാനുള്ള പരിപാടിയാണത്. ചെലവ് എന്നാ കുഴപ്പമില്ല. അപ്പൊ പപ്പടം ഒരു പുള്ള്, പപ്പടത്തിനൊക്കെ ഒരു പുള്ള് എഴുതി വെച്ച് കഴിഞ്ഞാൽ നീ എങ്ങനെയാ കൊച്ചാ? നീ 20 കെട്ട് പപ്പടം 50, 90, 100 രൂപക്ക് വരുന്ന എത്രയാണെന്നറിയാമോ? ഒറ്റ ഫുള്ളാണ്. 100 രൂപക്ക് വരുന്നത് ഒറ്റ ഫുള്ള്. 60 രൂപയുടെ ഫുള്ള് അത് കൊടുത്താൽ മതി. അപ്പൊ അച്ചാറും പുള്ളി എഴുതി വെച്ചേക്കും. എടാ മാനെ, നമ്മള് കല്യാണമാണ് നടത്തുന്നത്, അല്ലാതെ നമ്മളൊരു മദ്യഷാപ്പല്ല. എന്റെ അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ. അച്ചാറൊരു ഫുള്ള്. അച്ചാറൊരു ഫുള്ള്. ഈ അച്ചാറൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാഘവൻ ചേട്ടനെ നാരകത്തേന്ന് പറിച്ചോണ്ട് വന്ന നാരങ്ങയല്ലേ അത്? അച്ഛാ എന്റെ കൂട്ടുകാർ ഒരുപാട് പേര് വരും ഇവിടെ. സതീശൻ വരും, മോഹനം വരും, സുപ്രം വരും, കൃപാല് വരും, അവിടുന്ന് രാജൻ വരും. ഇതൊക്കെ എവിടുത്തെ ആൾക്കാരത്? എന്റെ അച്ഛൻ ഞാൻ അവരോടൊക്കെ എന്ത് ഏഴിക്കരയെന്ന് അവരെല്ലാവരും വരില്ല. അച്ഛൻ അവർക്ക് ഒരു ഫുൾ ഞാൻ എന്ത് ചെയ്യും? അച്ഛൻ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് അച്ഛൻ തന്നെ ഒന്ന് പറഞ്ഞു. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ചെലവിന്റെ കാര്യം പറഞ്ഞ് നീ എന്നെ കുഴപ്പിക്കാൻ നിൽക്കണ്ട. അല്ല, ഒരു മിനിറ്റ്. പോലെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചാത്തനാടുന്ന് ബാബുവും ഭാര്യയും വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? ബാബു, ഭാര്യ, അവന്റെ അനിയൻ എല്ലാവരും വരും. അവരെത്ര പേരുണ്ട്? അവര് 7 പേരുണ്ടാവും. വരുമ്പോ നമുക്ക് ഭക്ഷണം ഉണ്ടല്ലോ, ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല. എന്റെ അച്ഛൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ നമ്മളിനി അതിന് ഫുള്ള് മേടിക്കേണ്ട കാര്യമില്ല. ഫുള്ള് മേടിക്കണ്ട. നമുക്ക് അവിടെ ഇതിന്റെ അകത്തുനിന്ന് ഒരു ഫുള്ള എടുത്താൽ കൊടുക്കാം. അരി 3 ചാക്ക്. ഒരു കാര്യം ചെയ്യും. പപ്പടം വേണ്ട. വേണ്ട. ഈ ഫുള്ളെടുത്ത് അങ്ങോട്ട് കൊടുക്കാം. മറിക്കാം. പപ്പടം വേണ്ട. അപ്പൊ ബാബുവിന് അതായി. ബാബുവിന്റെ അനിയന്മാർക്ക് ഈ ഒരു ഫുള്ള് കൊണ്ട് തീർന്നോളൂല്ലോ. അപ്പൊ ഇനി വേറെ ഒന്നും പറയാം. അയ്യോ, കുത്തോട്ട് മോഹനം വരും. അമ്മേ, കുത്തോട്ട് നാദസ്വരം ബായിക്ക് കുത്തോടുന്ന് മോഹനെ ഏൽപ്പിച്ചേക്കണം. ഇവിടെ താലി കെട്ടിട്ട് അന്ന് കുത്തോടുന്ന് മോഹനെ ഏൽപ്പിച്ചേക്കണം. അവരെത്ര പേര്? അവര് 9 പേരുണ്ടാവും. അവര് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടാലോ. 9 പേരാണെങ്കിൽ ഇതേ പായസം അങ്ങോട്ട് ഒഴിവാക്കിയത് 4 ഫുള്ള്. എടാ പായസം വേണ്ട അല്ലേ? എന്റെ അച്ഛൻ പായസം അങ്ങോട്ട് ഒഴിവാക്ക്. 4 ഫുള്ള് അങ്ങോട്ട് മാറി കിട്ടുവാ. 4 ഫുള്ള് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇനിയിപ്പോ വേറെ പ്രശ്നമൊന്നും? അയ്യോ അമ്മേ, പള്ളുരുത്തിന്ന് കണ്ണന് നാഗേശം വരും. പള്ളുരുത്തിന്ന് കണ്ണന് നാഗേശം വരും. എന്നിട്ട് അയ്യോ, അപ്പൊ എന്ത് പച്ചക്കറി 2 ഫുള്ള് അങ്ങോട്ട് മാറ്റിയല്ല? പച്ചക്കറി വേണ്ട, പന്തല് വേണ്ട, പന്തല് ആവശ്യമില്ല. അങ്ങോട്ട് ഒഴിവാക്കാം. നമുക്ക് പെരക്കകത്തൊക്കെ വെച്ച് കെട്ട് കിടത്തിയാൽ മതി. അപ്പൊ പന്തല്. അപ്പൊ അതിനെ 3 ഫുള്ളെടുത്ത് അവർക്കും കൊടുക്കാം. കേട്ടോ? ഇതന്നെ ഇവിടെ പരിപാടി തന്നെ. ഇവനെയൊക്കെ കല്യാണം വിളിച്ചതാണോ? അതുപോട്ടെ. സിനിമാറ്റിക് ഡാൻസിന്റെ പിള്ളേര്. അയ്യോ, അവർക്ക് നമ്മള് ഗ്രേറ്റ്സിന്റെ പിള്ളേര് അവര് ഞാൻ പെരുമ്പാവൂരിൽ പറഞ്ഞു ഓരോരുത്തർ സിനിമാറ്റിക് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞാ. അപ്പൊ അതിന് അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് 2 ഫുള്ള് കൊടുത്താൽ മതിയോ? അപ്പൊ അരി ഒഴിവാക്കാം. അരി വേണ്ട. പച്ചക്കറി 3 ഫുള്ള്, പച്ചക്കറി 2 ഫുള്ള്. ഇതിൽ ഏത് വേണം? അച്ഛൻ തന്നെ തീരുമാനിക്കും. അരി വേണല്ലോ. അരി നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം, പച്ചക്കറി വേണ്ട. പച്ചക്കറി കട ഒഴിവാക്കാം. വേണ്ട. ആ ഇടപാട് വേണ്ട നമുക്ക്. ഈ 2 ഫുള്ള് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം. ഞാൻ ഒരു പണിയായിട്ട് ഞാൻ ആ മുല്ലപ്പൂവിന്റെ കാര്യം. അപ്പൊ ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. അയ്യോ, അവസാനമായിട്ട് ഞാൻ പറയട്ടെ. അപ്പൊ മറ്റേ സദാശിവൻ ചേട്ടൻ വരുമ്പോ എന്ത് ചെയ്യും? അച്ഛന്റെ അളിയനല്ലേ ഒന്നില്ല, സ്വന്തം പെങ്ങളെ കെട്ടികൾ. സദാശിവൻ ചേട്ടൻ വരുമ്പോ ഞാൻ എന്ത് സമാധാനം പറയൂ അച്ഛാ? നമുക്കൊരു പണിയാ. ഒന്നും ചെയ്യണ്ട. അച്ചാറങ്ങോട്ട് മാറ്റിയല്ല. അച്ചാർ ഒരു ഫുള്ള് മാറ്റി. വൃത്തികെട്ടവനെ, എടാ ഇത്രയും ഫുള്ളടിക്കുന്നവനെ തൊട്ട് വെക്കാനായിട്ട് അച്ചാറ് നിന്റെ അച്ഛൻ കൊണ്ട് കൊടുക്കണം.